ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഭാരതീയരെല്ലാവരും അഭിമാനത്തോടെ പറയുന്ന ഒരു പേരാണ് ഡി ഗുഗേഷ്. ലോക ചെസ് ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനാണ് ഗുഗേഷ്. വിശ്വനാഥൻ ആനന്ദിനെ പോലെ ഭാരതത്തിൻ്റെ പേരും പെരുമയും ആഗോളതലത്തിലേക്ക് ഉയർത്തിയ ധാരാളം ചെസ് ചാമ്പ്യന്മാർ നമ്മുടെ ഭാരതത്തിനുണ്ട്. എന്നാൽ ചെസ് കളിയുടെ ആദ്യ രൂപം നമ്മുടെ ഭാരതത്തിൽ നിന്നാണ് ഉടലെടുത്തത് എന്ന കാര്യം എത്ര പേർക്കറിയാം? പ്രാചീന ഭാരതത്തിൽ ഗുപ്ത സാമ്രാജ്യത്തിൽ 6-ാം നൂറ്റാണ്ടിലാണ് ചതുരംഗം ആരംഭിക്കുന്നത്. സേനയുടെ യുദ്ധതന്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന കാലാൾപ്പട, കുതിരപ്പട, ആനപ്പട, രഥങ്ങൾ എന്നിവയെ ഉൾപ്പെടുത്തി തന്ത്രങ്ങൾ മെനയുകയും ക്രമേണ ഒരു വിനോദോപാധിയായി ചതുരംഗം മാറുകയും ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പോഴും ഇതേ കാലാൾ, കുതിര, ആന, രഥം മുതലായ കരുക്കൾ തന്നെയാണ് ആധുനിക ചെസ്സിലും ഉപയോഗിക്കുന്നത്. ആദ്യകാലത്ത് രാജകീയ വിനോദമായിരുന്ന ചതുരംഗം ക്രമേണ എല്ലാവർക്കും പ്രാപ്യമാവുകയും അങ്ങനെ പേർഷ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. പേർഷ്യയിലും ആദ്യകാലങ്ങളിൽ രാജകീയ വിനോദം മാത്രമായിരുന്നു ചതുരംഗം. കാലക്രമേണ യൂറോപ്പിലേക്ക് വ്യാപിച്ച ചെസ് കളി 15-ാം നൂറ്റാണ്ടിലാണ് ഇത്രയും ജനകീയമാവുകയും ഇന്നത്തെ തരത്തിലേക്ക് എത്തിയതും. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ആധുനിക ചെസ് മത്സരങ്ങൾ ആരംഭിച്ചത്. 1886-ൽ ആദ്യത്തെ ലോക ചാമ്പ്യൻഷിപ്പ് നടക്കുകയുണ്ടായി. ഓസ്ട്രിയൻ വംശജനായ അമേരിക്കക്കാരൻ വില്യം സ്റ്റെയ്നിറ്റ്സ് ആണ് ആദ്യത്തെ ലോക ചെസ് ചാമ്പ്യൻ. ഒരു കാര്യം കൂടി അറിയാമോ? തമിഴ്നാട്ടിലെ വേലമ്മാൾ വിദ്യാലയ എന്ന സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയവരാണ് ഇന്ത്യയിലെ ഏറ്റവും മിടുക്കരായ ചെസ് കളിക്കാർ. അതിൽ വിശ്വനാഥൻ ആനന്ദ് മുതൽ ഡി ഗുഗേഷ് വരെ ഉണ്ട് എന്നറിയുമ്പോഴാണ് ഈ സ്കൂൾ നമുക്ക് പ്രിയപ്പെട്ടതാകുന്നത്.